സർവം ശ്രീ ഗുരുവായൂരപ്പാർപ്പണമസ്തു. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ ഗോവിന്ദ. ജയ ജയ് ശ്രീ രാധേശ്യാം. ജയ് ശ്രീ രാധേ രാധേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപീശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ഓം ഗണാനാം ത്വാം ഗണപതികം ഹവാമഹേ കവിം കവീനാമുപമസ്രമസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദാന ശൃണ്വന്നോതിവിസീദസാദനം. പ്രണോ ദേവി സരസ്വതി വാജേഭിർവാജിനീവതി ധീനാമവിദ്ര്യവതൂ. ഓം ഗണേശായ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം വിഘ്നേശായ നമഃ. ഓം ശ്രീ മൂകാംബികായേ നമഃ. ഓം ഭരദേവതായേ നമഃ. ഓം ദേശദേവതായേ നമഃ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിനം യേനം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം വന്ദേ ജഗദ്ഗുരും. कार्पण्यदोषोपगत स्वभावगा पृच्छामि तं धर्मसम्मूढचेता यश्रेयस्यानिश्चितं ब्रूहि तन्मे शिष्यस्तेऽहं शाधिमां त्वां प्रपन्नम्. सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा हरि गोविन्द. पीताम्बरं करविराजितशङ्खचक्रकौमुदुकी सरसिजं करुणासमुद्रं राधासहायम् അതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകം വേദവേദ്യം പരബ്രഹ്മം ഭാസതാം പുരതോ മമ. ഗർഭാപീഠം നടവരപൂകർണയോ കർണികാരം വിപ്രത്വാസം കനകവിശം വൈജയന്തിം ചമാല രന്ധ്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദം വൃന്ദാരണ്യം സുഭദ്രവണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നീ. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗദാചക്രപാണി നമസ്തേ നമസ്തേ പ്രപന്നാർത്തികാരൻ സമസ്താപരാധം ക്ഷമസ്വാഖിലേശ. സർവം ശ്രീ ഗുരുവായൂരപ്പാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പ ശരണം. സർവം ശ്രീ ഗുരുവായൂരപ്പാർപ്പണമസ്തു. ചൈത്രമാസത്തിലെ ഗൗരി ഏകാദശിയാണ് വരാൻ പോകുന്നത്. ശുക്ലപക്ഷ ഏകാദശി, കാമത ഏകാദശി എന്നാണ് ഈ ഏകാദശി അറിയപ്പെടുന്നത്. എല്ലാ ഏകാദശിക്കും പ്രാധാന്യമുണ്ട്. അതുപോലെ പ്രാധാന്യമുള്ള ഒരു ഏകാദശിയാണ് പുത്രഭാഗ്യം ലഭിക്കുന്നതിനും സർവ്വപാപങ്ങളും ഇല്ലാണ്ടാവുന്നതിനും നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു ഏകാദശിയാണ് കാമത ഏകാദശി. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, അതായത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വേർപെട്ട് കഴിയുക, അല്ലെങ്കിൽ അവർക്ക് ഒന്നിക്കുന്നതിനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകാനായിട്ട്, അല്ലെങ്കിൽ പ്രണയം സാധിക്കാനായിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന ഏകാദശിയാണ് കാമത ഏകാദശി. ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുകയാണ്, ചൈത്രമാസത്തിലെ ഗൗരി ഏകാദശി എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, അതിന് എന്താണ് പേര് പറയുന്നത് എന്നൊക്കെ. അപ്പോൾ ഭഗവാൻ ഒരു കഥയായിട്ട് പറയുകയാണ്. പണ്ട് ദിലീപൻ എന്ന മഹാരാജാവ് വസിഷ്ഠമുനിയോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. അപ്പോൾ വസിഷ്ഠമുനി ഉത്തരമായിട്ട് പറയുകയാണ്, പുത്രഭാഗ്യം ലഭിക്കുന്നതിനും എല്ലാ പാപങ്ങളും ഇല്ലാതാകുന്നതിനും എടുക്കേണ്ട ഏകാദശിയാണ് ചൈത്രമാസത്തിലെ ഗൗരി ഏകാദശി. ഈ ഏകാദശി കാമത ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. അതിനെ തുടർന്ന് പുരാതന കാലത്തുണ്ടായിരുന്ന ഒരു കഥയും അദ്ദേഹം വിവരിക്കുകയുണ്ടായി.
ഫാഗിപ്പൂർ എന്ന് പറയുന്ന ഒരു നഗരത്തിൽ പുണ്ടരീകൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഗന്ധർവന്മാരും അപ്സരസ്സുകളും ധാരാളം ഉണ്ടായിരുന്നു അവിടെ. അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഗന്ധർവന്മാരായിരുന്നു ലളിതും ഗന്ധർവ കുടുംബത്തിൽപ്പെട്ട ലളിതും ലളിതയും. ഈ പുണ്ടരീക മഹാരാജാവിൻ്റെ രാജസദസ്സിലെ ഗായകരായിരുന്നു ഇവർ. അപ്പോൾ എല്ലാ ദിവസവും ഇവർ ഒരുമിച്ചായിരിക്കും സദസ്സിലുണ്ടാവുക. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ലളിതയില്ലാണ്ട് ഒരു നിമിഷം പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അത്രയേറെ പരസ്പരം സ്നേഹത്തിലായിരുന്നു അവർ. ഒരിക്കൽ പുണ്ടരീക മഹാരാജാവിൻ്റെ രാജസദസ്സിൽ ലളിത് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയെല്ലാം നോക്കിയിട്ടും ലളിതയെ കാണുന്നില്ല. പെട്ടെന്ന് തൻ്റെ പ്രേയസിയോടുള്ള ഇഷ്ടം കൊണ്ട് പാടിക്കൊണ്ടിരുന്നതൊക്കെ തെറ്റായി പോവുകയാണ്. പാട്ടൊക്കെ രാഗമൊക്കെ നഷ്ടപ്പെട്ട്, താളം നഷ്ടപ്പെട്ട്, പാട്ടിൻ്റെ ഭംഗി നഷ്ടപ്പെടുകയാണ്, ഭംഗി ഇല്ലാണ്ടാവുകയാണ്. സ്വരമാധുരി പോലും പെട്ടെന്ന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇത് പുണ്ടരീക മഹാരാജാവിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കാർക്കോടകൻ എന്ന നാഗം ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഈ കാർക്കോടക എന്ന നാഗം പുണ്ടരീക മഹാരാജാവിനോട് സംഭവിച്ചതിനെക്കുറിച്ച് പറയുകയാണ്. ഇത് കേട്ട പുണ്ടരീക മഹാരാജാവിന് വളരെയേറെ ദേഷ്യം തോന്നുകയും അദ്ദേഹം ലളിതിനെ ശപിക്കുകയുമാണ്. നീ ഒരു രാക്ഷസനായിട്ട്, ഒരു പിശാചായിട്ട് മാറട്ടെ എന്ന് ശപിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ശാപം ഏൽക്കുകയും വളരെ വലിപ്പമുള്ള ഭീമാകാരമായ രൂപത്തിൽ തൻ്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് ഒരു ഭീമാകാരമായ രൂപത്തിൽ 8 അടി നീളമുള്ള കൈയും അതുപോലെ വലിയ ശിരസ്സും ദേഹവും കാലുകളും ഒക്കെയായിട്ട് ഒരു മലയെപ്പോലെ ഭീമാകാരമായ രൂപത്തിൽ അദ്ദേഹം മാറുകയാണ്. അപ്പോൾ ഈ വിവരമറിയുന്ന ലളിതയ്ക്ക് വളരെയേറെ സങ്കടമാണ് തോന്നുന്നത്. എന്താ സംഭവിച്ചത്? തൻ്റെ പ്രാണപ്രിയന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നോർത്ത് വളരെയേറെ വിഷമിച്ചു. എന്നിട്ട് ഈ അതായത് പിശാചിൻ്റെ രൂപം ധരിച്ച ആൾ പിശാചിൻ്റേതായ രീതിയിലല്ലേ ജീവിക്കാൻ കഴിയൂ. അപ്പോൾ പലയിടത്തും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് മൃഗങ്ങളെയൊക്കെ എല്ലാത്തിനെയും കൊല്ലുകയും ഉപദ്രവിക്കുകയും അങ്ങനെ ആ ഒരു ദുഷ്കൃതം നിറഞ്ഞ രീതിയിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ ലളിത എല്ലായ്പ്പോഴും തൻ്റെ ഭർത്താവിനെ പിന്തുടർന്ന് കൂടെ തന്നെ പോകാറുണ്ടായിരുന്നു, സഞ്ചരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ഭർത്താവിന് സംഭവിച്ച ഈ ദുരന്തത്തിൽ വളരെയേറെ ദുഃഖിതയായിരുന്നു ലളിത. ഒരിക്കൽ അങ്ങനെ നടന്ന് അവരെ വിന്ധ്യാചല പർവ്വതത്തിൽ എത്തുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ശൃംഗിമുനിയെ കാണുന്നു. ശൃംഗിമുനിയോട് തനിക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് ലളിത വിശദമായി പറയുന്നു. എല്ലാം കൃത്യമായി കേട്ടതിന് ശേഷം ശൃംഗിമുനി പറയുകയാണ്, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. നീ ഉടൻ വരാൻ പോകുന്നത് ചൈത്രമാസത്തിലെ കാമത ഏകാദശിയാണ്. നീ ആ ഏകാദശി വ്രതം കൃത്യമായി ഉപവസിച്ചുകൊണ്ട് എടുത്തോളൂ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. നിന്റെ ഭർത്താവിന് പഴയ രൂപം തിരിച്ചു കിട്ടും. നിങ്ങൾക്ക് കിട്ടിയ ശാപത്തിൽ നിന്നും മുക്തരാകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കേട്ട ലളിത വളരെ ശ്രദ്ധയോടുകൂടി കാമത ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണ്. പിറ്റേ ദിവസം ദ്വാദശിക്ക് പാരണ വീടാൻ നേരം പഴവർഗ്ഗങ്ങളൊക്കെയാണ്, കാട്ടിലാണല്ലോ. അപ്പോൾ പഴവർഗ്ഗങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ദൈവങ്ങൾക്ക് വെച്ചുകൊണ്ട് സമർപ്പിച്ചിട്ട് നിവേദ്യമായി സമർപ്പിച്ചിട്ട് പാരണ വീട്ടാൻ തുടങ്ങിയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ഈ ഏകാദശി വ്രതം കൊണ്ട് എൻ്റെ ഭർത്താവിനെ പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥന കേൾക്കുകയും പെട്ടെന്ന് തന്നെ ലളിതിൻ്റെ പൂർവ്വ രൂപം തിരിച്ചു കിട്ടുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് അവർ രണ്ടാളും സന്തോഷത്തോടു കൂടി ആ രാജസദസ്സിൽ ജീവിക്കുകയും അവരുടെ അന്ത്യകാലത്ത് മരണം സംഭവിക്കുന്ന സമയത്ത് അവരെ ഭഗവാൻ വിഷ്ണു പാർഷദന്മാർ വന്നിട്ട് അവരെ കൊണ്ടുപോവുകയാണ്, വിഷ്ണു ലോകത്തേക്ക്, ഭഗവൻ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് കാമത ഏകാദശിയുടെ പ്രാധാന്യം. ഈ കാമത ഏകാദശി വ്രതം ചിട്ടയോടുകൂടി അനുഷ്ഠിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും കിട്ടും. നമ്മൾ ശരിക്കും ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കുന്നത്. എന്നാൽ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവർക്ക് അവരുടെ ചില ആഗ്രഹങ്ങൾ കാണും, പ്രതീക്ഷകൾ കാണും, അതൊക്കെ നടപ്പാക്കണമെന്ന് ചിന്തകൾ കാണും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ സന്താനങ്ങളെ കിട്ടാനായിട്ടായാലും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളെ കിട്ടാനായിട്ടായാലും ഒക്കെ
വളരെ ശ്രദ്ധയോടുകൂടി ചിട്ടയോടുകൂടി ഈ കാമത ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ അവർക്ക് തീർച്ചയായും ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷത്താൽ, ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്താൽ അവർ ആഗ്രഹിക്കുന്നത് സഫലമാകുക തന്നെ ചെയ്യും. എല്ലാവരും ഇത് കേട്ട എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിച്ച് അവർക്കെല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യത്താൽ അവരുടെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ. അങ്ങനെ ഭഗവത് ലോകത്തേക്ക്, ഗോലോകത്തേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് നമുക്കെല്ലാവർക്കും പോകാൻ കഴിയട്ടെ. അന്നത്തെ ദിവസം എപ്പോഴും പറയുന്നതാണ്, കഴിയുന്നത്ര നാമം ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കലിസന്തരണ മന്ത്രമാണ്. കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ ചെല്ലേണ്ട മന്ത്രമാണ് ഇത്. മറ്റ് വേദമന്ത്രങ്ങളൊന്നും ഉച്ചരിക്കാതെ തന്നെ കലിയുഗത്തിൽ എല്ലാം നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഈ കലിസന്തരണ മന്ത്രം. അപ്പോൾ ഒരു തപസ് പോലെ കലിസന്തരണ മന്ത്രം എത്രമാത്രം നമ്മൾ ജപിക്കാമോ അത്രയും നല്ലതാണ്. പിന്നെ നാരായണ ചെല്ലാം, ഓം നമോ ഭഗവതേ വാസുദേവായ ചെല്ലാം, ഓം നാരായണായ നമ ചെല്ലാം, ഓം ക്ലീം കൃഷ്ണായ നമ ചെല്ലാം, കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഈ മന്ത്രം ചെല്ലാം. നാരായണീയവും ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ പാരായണം ചെയ്യുക. കഴിയുന്നത്ര നാമജപത്തിലൂടെ, നാമസങ്കീർത്തനത്തിൽ കൂടി നമ്മുടെ നാമജപത്തിൽ കൂടി നാമിയിലേക്ക് എത്തിച്ചേരുക, ആ ഭഗവാനിലേക്ക് എത്തിച്ചേരുക. അതിനെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത്തവണത്തെ കാമത ഏകാദശി വരുന്നത് ഏപ്രിൽ 19-ാം തീയതി വെള്ളിയാഴ്ചയാണ്. 18-ാം തീയതി വൈകിട്ട് 5:31 ഏകാദശി തിഥി തുടങ്ങും. 19-ന് രാത്രി 8:04 ഏകാദശി തിഥി തീരുന്നത്. 19-ാം തീയതി ഉച്ചയ്ക്ക് 1:28 മുതൽ വെളുപ്പാൻ കാലത്ത്, അതായത് 20-ാം തീയതി വെളുപ്പിന് 2:44 വരെയാണ് ഹരിവാസര സമയം വരുന്നത്. അത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന കൂടുതലായുണ്ട് സമയമാണ്. ലക്ഷ്മി സമേതനായി ഭഗവാൻ തൻ്റെ ഭക്തരുടെ അടുത്തേക്ക് എത്തുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നാമജപാദികൾ കൊണ്ട് ഭഗവാനെ പൂജിക്കുക. പാരണ വീട്ടേണ്ടത് 20-ാം തീയതി രാവിലെ 5:50-നും 10:10-നും ഇടയിലായിട്ടാണ്. എല്ലായ്പ്പോഴും പറയുന്നതാണ്, കൃത്യമായ സമയത്തിനിടയിൽ തന്നെ പാരണ നിർബന്ധമായിട്ടും വീട്ടേണ്ടതാണ്. ഏകാദശി വ്രതത്തിൻ്റെ പുണ്യം പൂർണ്ണമാകണമെങ്കിൽ കൃത്യമായ സമയത്ത് പാരണ വീട്ടണം. ഇല്ലെങ്കിൽ ആ വ്രതത്തിൻ്റെ യാതൊരു ഫലവും കിട്ടുകയില്ല. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എല്ലാവർക്കും പാലും പഴങ്ങളും ഒക്കെ കഴിച്ചോ, അല്ലെങ്കിൽ ജലം മാത്രം, തുളസീജലം മാത്രം സേവിച്ചോ, അല്ലെങ്കിൽ ജലപാനം പോലും ഇല്ലാതെ, അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ധാന്യാഹാരം മാത്രം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. എല്ലാവരിലേക്കും ശ്രീ ഗുരുവായൂരപ്പൻ്റെ, വെങ്കടേശൻ്റെ, വിട്ടല പാണ്ഡുരംഗൻ്റെ, ശ്രീവല്ലഭൻ്റെ, തിരുവാറന്മുളേശൻ്റെ, ശ്രീരംഗനാഥൻ്റെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഭഗവാനേ കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ ഗോവിന്ദ, ജയ ജയ ശ്രീ രാധേശ്യാം. സർവം ശ്രീ ഗുരുവായൂരപ്പാർപ്പണമസ്തു.